നിയമവ്യവസ്ഥ ശരിയല്ല നിയമവ്യവസ്ഥ ശരിയല്ല, നിയമവ്യവസ്ഥ ശരിയാണ്. എത്രയോ പേര് നിരപരാധിയായിട്ട് കിടക്കുന്നു. ഈ പോലീസ് ഉണ്ടാക്കുന്ന തെളിവാണത്. അല്ല, അത് ഏറ്റവും സാധാരണക്കാരൻ നിയമ വിദ്യാർത്ഥി കൂടെ ആയതുകൊണ്ട് പറയാനേ അറിഞ്ഞിരിക്കേണ്ട കാര്യം, പോലീസ് കോടതിയിൽ പോയി പറയുന്നത് സാർ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് ദിവസം കൂടെ വേണം. ഇപ്പൊ എന്റെ കേസിൽ അന്വേഷണം നടക്കുന്നു എന്ന് പറഞ്ഞു. 27-ാം തീയതിക്ക് ഇൻസ്ട്രക്ഷൻ. എന്തോന്ന് അന്വേഷിക്കാനാണ്? യൂട്യൂബിൽ കിടക്കുന്ന വീഡിയോ അല്ലേ? പോലീസ് എന്തോന്ന് അന്വേഷിക്കാനാണ്? അപ്പം ഇത് പോലീസിന്റെ ഒരു സ്ഥിരം പല്ലവിയാണ്. അന്വേഷിക്കുന്നു, പഠിക്കുന്നു, നിയമോപദേശം, ലീഗൽ അഡ്വൈസ് ചോദിച്ചിട്ടുണ്ട്. പോലീസുകാരൻ ഇങ്ങനെ അങ്ങ് പോവും. നമ്മുടെ നാട്ടിൽ പലരെയും, ഞാനത് രാഷ്ട്രീയമോ ഒന്നും ചേർത്ത് പറയല്ല, പലരെയും വർഷങ്ങളോളം ജയിലിലിടുന്നതും ടാർഗറ്റ് ചെയ്യുന്നതും നമ്പിനാരായണനെ ആകാം, ദിലീപിനെ ആകാം, സിദ്ദിഖാപ്പനെ ആകാം. 1/2 വർഷവും 1 വർഷവും 1.5 വർഷവും ഒക്കെ ജയിലിലിടുന്നതിന്റെ പിന്നിൽ പോലീസുകാർ, സാർ ഇന്ന് ഞങ്ങൾ ഡയറി എടുത്തില്ല, 2 ആഴ്ച കഴിഞ്ഞ് വെക്കും, സാർ അടുത്ത പ്രാവശ്യം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാരുമേ പലപ്പോഴും മെനക്കെടുത്താൻ നോക്കുകയാണ്. പോലീസുകാരെ കുറ്റമായിട്ട് പറയല്ല, പോലീസുകാർ പലപ്പോഴും ഒരു മെനക്കെടുത്തൽ നോക്കുകയാണ്. ആത്യന്തികമായി ഇവരെ പ്രത്യേകിച്ച് തെറ്റില്ലെന്ന് പോലീസിനും അറിയാം. അപ്പൊ എന്ത് ചെയ്യും? പരമാവധി ടാർഗറ്റ് ആൻഡ് ടാർണിഷ്, നെയിം ആൻഡ് ഷെയിം സ്ട്രാറ്റജി എന്ന് പറയും. ആ നെയിം ആൻഡ് ഷെയിം സ്ട്രാറ്റജി ഈ തീവ്ര ഫെമിനിസ്റ്റുകൾ ചെയ്യുമ്പോൾ പോലീസുകാരൻ നിന്ന് കൊടുക്കുക. ഇല്ലെങ്കിൽ ഒറ്റ ചോദ്യം, ഇന്നും കേരള പോലീസിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ബഹുമാനപ്പെട്ട DGPയോട് ആഗ്രഹിക്കാനുള്ള ചോദ്യം, അങ്ങേക്കല്ലേ പരാതി തന്നത്, ഇനി നിവിൻ പോളിന്റെ മേൽ ആർക്ക് പരാതി കൊടുക്കും? എന്തേ ആ പെൺകുട്ടി ഇപ്പൊ 0 FIR ഇടണമെന്നാണല്ലോ, ഒരു കോഗ്നിസബിൾ ഒഫൻസ് വന്നാൽ, അല്ലെങ്കിൽ പോട്ടെ ഒരു ഒഫൻസ് വന്നാൽ എന്താ ഇത് കോഗ്നിസബിൾ ഒഫൻസ് ആയില്ലേ? അതായത് മജിസ്ട്രേറ്റിന് കള്ളമൊഴി കൊടുത്തു, വ്യാജ പരാതി കൊടുത്തു, ആയില്ലേ? ആ പെൺകുട്ടിക്ക് ഒരു നോട്ടീസ് കൊടുക്കുന്നില്ല. ഇത് നോട്ടീസ് കൊടുക്കുന്നില്ല എന്ന കാര്യം മീഡിയക്കാരും ഹൈലൈറ്റ് ചെയ്യുന്നില്ല. പോലീസുകാരെ പലപ്പോഴും നമുക്കറിയാമല്ലോ, പോലീസിനെ കുറ്റമായിട്ടല്ല, മീഡിയക്കാർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കുമ്പോഴാണ് അവരൊരു ചൂടും കാര്യങ്ങളും കാണിക്കുന്നത്. ആരുടെയും കുറ്റമായിട്ടല്ല, പോലീസുകാർ എല്ലാവർക്കും അങ്ങനെയാണല്ലോ, ഒരു പുഷ് ചെയ്യാൻ അത് വേണം. ഇത് നമ്മുടെ നാട്ടിലെ ലോപ്പ് സൈഡഡ് ജസ്റ്റിസ് ആണ്, അല്ലെങ്കിൽ ഏകപക്ഷീയമായ ഒരു പാരഡൈം, പരിപ്രേക്ഷ്യമാണ്. ഈ പരിപ്രേക്ഷ്യം മാറി കുറച്ചുകൂടെ ബാലൻസ്ഡ് ആകണം. ഒരു കാലത്ത്, പ്രത്യേകിച്ച് കഴിഞ്ഞ നൂറ്റാണ്ടിലൊക്കെ സ്ത്രീകളോട് ഒരുപാട് അനീതി പുരുഷന്മാർ ചെയ്തു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയാണ് ഇത്രയും സ്ത്രീപക്ഷ നിലപാടുകൾ ഉയർന്നു വരുന്നത്. മഹാത്മാഗാന്ധിയൊക്കെ പറയുന്നുണ്ട്, ഒരു രാജ്യത്തിന്റെ നിലവാരം തന്നെ നമ്മൾ അളക്കേണ്ടത് സ്ത്രീകളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്ന് വെച്ചിട്ടാണ്. പക്ഷേ ഇന്ന് വ്യാജ കേസുകൾ വരുമ്പോൾ അത് സ്ത്രീകളെ കൂടെ അപമാനിക്കുകയല്ലേ? ഇപ്പൊ ഞാൻ എനിക്കെതിരെ വന്ന കാര്യം പറയാം. എനിക്കെതിരെ ഒരു വ്യാജ മീറ്റ് നമ്മുടെ ശബരിമല കാലത്ത് വന്നു. പ്രത്യേകിച്ച് അങ്ങേക്ക് കൂടെ അറിയേണ്ട കാര്യമാണ്. ഞാൻ കൊടുപിടി കൊണ്ട് നിൽക്കുകയാണ്. ഒരു പെൺകുട്ടി അവരുടെ ഒരു സുഹൃത്തിനോട് വേറൊരു പെൺകുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞ് പേര് പോലും ഇല്ലാതെ ഒരു വ്യക്തി ഈ ഒരു ഫേക്ക് അല്ലെങ്കിൽ വ്യത്യസ്ത അവരുടെ ഒരു പെൻ നെയിമിൽ ഈ സാധനം ഇട്ടു. അത് പറഞ്ഞിരുന്ന കാര്യം എന്താ അറിയോ? അശ്ലീല വീഡിയോ കാണാൻ പ്രേരിപ്പിച്ചു. ഇതാണ് ആ കുട്ടി പറഞ്ഞിരുന്നത്. അതിന് അന്ന് എനിക്ക് മനസ്സിലായില്ല, ഇന്ന് എനിക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. അതൊരു ലോയിലെ ക്ലോസ് ആണ്. മോശം വീഡിയോ കാണിക്കാൻ ശ്രമിച്ചാൽ ഒരു വകുപ്പ് അട്രാക്ട് ചെയ്യും. ഇത് അട്രാക്ട് ചെയ്യണം. അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാന്ന് ഞാൻ വാദിക്കുമ്പോൾ TV ഇരുന്ന് അപ്പുറത്തെ ആൾക്ക് പറയാൻ കഴിയണം, കണ്ടോ ഇവൻ മറ്റേ വൃത്തികെട്ട വീഡിയോസ് കാണിക്കുന്നവരാണ്. ഇത് പറയാൻ വേണ്ടിയാണ്. എൻ്റെ മുത്തശ്ശി ശബരിമല പ്രക്ഷോഭത്തിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട ദേവകി അന്തർജനവും അമ്മ മല്ലികാ നമ്പൂതിരിയും വൈഫ് ദീപയും തിരുവനന്തപുരത്ത് വന്ന് കൊച്ചി വന്ന് പ്രസ് മീറ്റ് നടത്തി. കാര്യം എൻ്റെ വീട്ടിലൊക്കെ വന്ന എല്ലാ സമയവും ഒരു 7-8 പേരൊക്കെ കാണും. അതായത് ഇത് 18 വർഷം മുമ്പ് നടന്നതാണ് പറഞ്ഞത്. നമ്മുടെയൊക്കെ വീട്ടിലൊരു കൂട്ടുകുടുംബ സെറ്റപ്പ് പോലെയാണ്. എല്ലാ നിമിഷവും വന്ന 8 പേര് കാണും. 18 വർഷം മുമ്പ് യൂട്യൂബ് പോലും ഇത്ര സ്ട്രോങ് അല്ലാത്ത കാലത്ത് എൻ്റെ TV ഇത് കാണിച്ചു എന്ന് പറയാണോ? ഒന്നുമല്ല, ഒരു കേസ് കിടക്കട്ടെ. അതായത് ഞാൻ പറയുന്ന വാദഗതികളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യണം. ഒരു നന്ദിയോടെ ഞാൻ ഓർക്കട്ടെ, അങ്ങടക്കം മുമ്പ് സഹകരിച്ചിരുന്ന റിപ്പോർട്ടർ ചാനലിലെ നികേഷ് സാർ, അന്ന് ലോറൻസ് സഖാവ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ലോറൻസ് സഖാവായിരുന്നു ചർച്ചയ്ക്കിരുന്നത്. എനിക്കത് ഭയങ്കര ഡിഫിഡൻസ് ആയിരുന്നു, ഒരു ആത്മവിശ്വാസക്കുറവായിരുന്നു. നികേഷ് സാറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല, പക്ഷേ നികേഷ് സാർ ചോദിക്കുന്നതിൻ്റെ ഫ്ലോയിൽ ലോറൻസ് സഖാവിനോട് ചോദിച്ചു, രാഹുൽ ഈശ്വറിനെ പോലുള്ളവരെ ഇങ്ങനെയാണോ നേരിടേണ്ടത്? ലോറൻസ് സഖാവ ചെയ്തു എന്ന അർത്ഥത്തിലല്ല, ഈ ഒരു ഫാർ ലെഫ്റ്റ് നിൽക്കുന്നവർ ചെയ്തു എന്ന അർത്ഥത്തിൽ ഇങ്ങനെയാണോ ഇയാളെ വാദഗതികളെയല്ലേ നേരിടേണ്ടത്, അല്ലാതെ ഇയാളെ കള്ളക്കേസ് കൂട്ടിയിട്ടാണോ നേരിടേണ്ടത് എന്ന് ചോദിച്ചു. അത് എനിക്ക് തന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. നികേഷ് സാർ അത് മറന്നുപോലും പോയി കാണും, പക്ഷേ ഇന്നും എനിക്കതിൻ്റെ നന്ദിയുണ്ട്. കാര്യം നമുക്ക് പിന്നെ ഡിഫറൻസ് ആവും. ഏതുപോലെ എന്ന് പറഞ്ഞാൽ TV രാജേഷിന്റെ കരച്ചിൽ ഓർമ്മ കാണും, അതൊരിക്കലും മറക്കില്ല. നിയമസഭയ്ക്ക് മുമ്പിലുള്ള ഞങ്ങളൊക്കെ വളർന്നു വന്നപ്പം TV രാജേഷും നമ്മുടെ സ്വരാജ് സഖാവുമാണ് നമ്മുടെയൊക്കെ ആ അന്നത്തെ ഏറ്റവും വലിയ TV ഇങ്ങനെ തലതല്ലി കലയാണ്. എനിക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, കുടുംബമുണ്ട്. കാര്യം അങ്ങനെ കള്ളപ്പരാതി വന്നാൽ ആണ് തിരിച്ചു പറയാനില്ലാതെ ഡിഫൻസ്ലെസ് ആകുകയാണ്. ഇതില്ലെന്ന് എനിക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റും? ഇപ്പം നേരത്തെ എനിക്ക് നേരെ വന്ന കേസ് 18 വർഷം മുമ്പ് ഒരു പെൺകുട്ടിയെ ഈ വീഡിയോ കാണാൻ പ്രേരിപ്പിച്ചില്ല എന്ന് ഞാൻ എങ്ങനെ തെളിയിക്കും? ഇത് രാഹുൽ, ഇത് തന്നെയാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നുള്ളൂ. എൻ്റെ ചോദ്യം അത് തന്നെയാണ്. ഇപ്പൊ രാഹുൽ എന്ത് വാദിച്ചു കൊണ്ടിരുന്നാലും ഒത്തിരി നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്, അല്ലേ? ശിക്ഷിക്കപ്പെടുന്നു. ഇപ്പൊ വിജയബാബുവിന്റെ കേസ് പറഞ്ഞു, അത് കോടതിയിലിരിക്കുന്ന കേസുകളാണ്. നമ്മൾ ആ കോടതിയിലിരിക്കുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ പോകാത്ത. പക്ഷെ ഈ ജാമ്യത്തിന് കിട്ടുന്ന ഒബ്സർവേഷനും കൂടെ നമ്മൾ നോക്കണം. ഇപ്പൊ ഉദാഹരണം എൽദോസിന്റെ കാര്യത്തിൽ ജസ്റ്റിസ് കൗസർ എടപ്പകം പറഞ്ഞത് ഇത് സിനിമാ കഥ പോലെയാണ്. ഈ മനുഷ്യനെ എത്ര വേട്ടയാടി, സിനിമാ കഥ പറയുന്നത് പോലെ. അതായത് പിന്നീട് കഥയുണ്ടാക്കും.
അത് നമുക്കെല്ലാം അറിയാം. പോലീസുകാരൻ മറ്റേ സിനിമയുണ്ടല്ലോ ഫഹദ് ഫാസിൽ മാല വിഴുങ്ങുന്ന, അതിൽ മറ്റേ അലൻസിയർ ചെയ്യുന്നത് പോലെ അപ്പൊ എന്നാ മറ്റേ ഓരോ പോലീസുകാർ എടുത്തുമ്പോൾ ഗ്രാവിറ്റി കൂട്ടാനായിട്ട് 2-3 വകുപ്പ് എക്സ്ട്രാ ഇടാനായിട്ട് പിന്നീട് അങ്ങ് കൂട്ടും. ഇതിന്റെ പ്രശ്നം മറുഭാഗത്ത് നിൽക്കുന്നവൻ മാസങ്ങളോളം കിടന്നു കഴിഞ്ഞാൽ തന്നെ അവന് ജോലിയും ജീവിതവും ഒക്കെ നഷ്ടപ്പെടും. അവന്റെ ഭാര്യയുടെ കുടുംബം, അവന്റെ മക്കൾ. ഇപ്പൊ നാളെ എന്നെയാണ് വിജയബാബുവിന് വരെ അറസ്റ്റ് ചെയ്തിരിക്കട്ടെ, എൻ്റെ മോൻ സ്കൂളിൽ പോകുമ്പോൾ അവന്റെ കൂടെയുള്ള 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അവൻ ഇപ്പം വലിയ വിവരമൊന്നുമില്ല, 5ലോ 6ലോ പഠിക്കുകയാണെങ്കിൽ കൂടെയുള്ള അവന്റെ ഫ്രണ്ട് അവനെ എന്ത് പറയും, നിന്റെ അച്ഛൻ പീഡന കേസ് കത്ത് കിടക്കല്ലേ എന്ന് പറയും. അവൻ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛൻ എന്ത് പറയും, ഡേ വേണ്ട, ആ ഫാമിലി മറ്റേ പീഡകരുടെ ഫാമിലിയാന്ന് പറയും. എൻ്റെ മോനെ അത് ബാധിക്കില്ലേ? അതുകൊണ്ട് നമ്മൾ റേസ് ചെയ്യുന്ന ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ. കോടതി പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കുമെന്ന് പറയുന്നത് വരെ ആണിൻ്റെയും ചിത്രവും പേരും TV കൊടുക്കാതിരിക്കുക. കോടതി പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കുന്നത് വരെ, വിധിയൊന്നും വരണ്ട, അത് വർഷങ്ങളെടുക്കും. പ്രഥമ ദൃഷ്ട്യാ പ്രൈമാ ഫേസി കേസ് നിലനിൽക്കുമെന്ന് പറയുന്നത് വരെ അതിജീവിതയുടെ പേര് മറച്ചു വെക്കുന്നത് പോലെ പുരുഷന്റെ ഐഡന്റിറ്റിയും റിവീൽ ചെയ്യരുത്. 2, പരാതിക്കാരെല്ലാം അതിജീവിതകളല്ല, പക്ഷെ പല ആൾക്കാരും സ്ത്രീപക്ഷ നിലപാടുള്ളവരാണ്. അതുകൊണ്ട് എല്ലാ പരാതിക്കാരെയും നിങ്ങൾ അതിജീവിത എന്ന് വിളിച്ചോളൂ, പക്ഷേ കോടതി കുറ്റക്കാരനാന്ന് പറയുന്നത് വരെ പുരുഷനെ വേട്ടക്കാരൻ എന്ന് വിളിക്കാതിരിക്കുക. മിനിമൽ ഡിമാൻഡ്സുകളാണ്, ഏറ്റവും മിനിമൽ ഡിമാൻഡാണ്. ശരിക്കും പറഞ്ഞാൽ കംപ്ലൈന്റന്റും പെറ്റീഷണറും അക്യൂസ്ഡുമാണ് ശരിക്കും. അങ്ങനെ പറയണ്ട, ഇരാന്ന് തന്നെ വിളിച്ചോളൂ. അത് പലപ്പോഴും സംഭവിക്കുന്ന ശ്രീ സിദ്ദിഖ് സാറിന്റെ കേസിൽ ഹൈക്കോടതിയുടെ വിധിയിൽ ഈ സർവൈവർ എന്ന വാക്കൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി, ഏറ്റവും ബഹുമാനത്തോടെ ചോദിക്കുന്നത്, ഹൈക്കോടതിക്ക് എങ്ങനെ മനസ്സിലായി ഈ വ്യക്തി സർവൈവർ ആണെന്ന്? അത് അന്വേഷിക്കാനല്ലേ കേസ്. അതായത് ഒരാൾ പെറ്റീഷൻ കൊടുത്ത അപ്പോഴേ സർവൈവർ ആയോ? അപ്പോൾ ദൗർഭാഗ്യവശാൽ വന്നു, പോട്ടെ, അത് പറയുന്നില്ല. പക്ഷേ പരാതി കൊടുക്കുന്ന എല്ലാവരെയും നിങ്ങൾ അതിജീവിത എന്ന് വിളിച്ചോളൂ, പുരുഷനെ വേട്ടക്കാരെന്ന് വിളിക്കാതിരിക്കാനുള്ള മാന്യത നമ്മൾ കാണിക്കണം. അങ്ങനെ മിനിമൽ ഡിമാൻഡുകളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. അതിനുള്ള പോരാട്ടമാണ്, അതിനുള്ള പോരാട്ട കമ്മീഷൻ. ഹണി റോസിന്റെ വിഷയം 2 കാര്യങ്ങൾ ചോദിക്കും. ഹണി റോസിന്റെ വിഷയത്തിൽ രാഹുൽ ഈശ്വറിന്റെ നിലപാടിൽ ഞാൻ ഒട്ടും യോജിക്കാത്ത ഒരാളാണ്. കാരണം ഹണി റോസിനെ അറിയാവുന്നതുകൊണ്ടും രാഹുലിനെ അറിയാവുന്നതുകൊണ്ടും ഹണി റോസിന്റെ ഡ്രസ്സിങ് രീതി രാഹുൽ ഈശ്വറിന് അത് ഇടപെടേണ്ട കാര്യമില്ല, 100% കാര്യമില്ല. ഒരു സ്ത്രീ ഏത് ഡ്രസ്സ്, നമ്മൾ ഏതൊക്കെ ഡ്രസ്സ് ഇടുന്നു നമ്മളെ ചോദ്യം ചെയ്യാൻ അനുവദിക്കുന്നുണ്ടോ? രാഹുൽ വീട്ടിൽ എന്തൊക്കെ ഡ്രസ്സ് ഇടുന്നു, അല്ലെങ്കിൽ പുറത്തേക്കും എന്ത് ഡ്രസ്സ് ഇടുന്നു, ഞാൻ എന്തൊക്കെ ഡ്രസ്സ് ഇടുന്നു, അത് ചോദ്യം ചെയ്യാൻ ആർക്കാണ് അവകാശമുള്ളത്? ആ ഡ്രസ്സിംഗ് രീതിയെക്കുറിച്ച് രാഹുൽ ഈശ്വർ പറഞ്ഞത് വളരെ മോശമാണ്. അതിന്റെ മറുപടി, സാരി ഉടുത്താണ് നമ്മൾ സുഷമ സ്വരാജിനെ, സോണിയാഗാന്ധിയെ, ദ്രൗപദി മുർമുവിനെ, അല്ലെങ്കിൽ ശൈലജ ടീച്ചറെ അടക്കമുള്ള ഒരുപാട് പേരെ കാണുന്നത്. പക്ഷേ രവീന ടണ്ടൻ ടിപ്പ് ടിപ്പ് ബെർസാ പാനി എന്ന മൊഹറയിലെ ഫേമസ് പാട്ടിന് സാരി എടുക്കുന്നത് പോലെ ഉടുക്കുകയാണെങ്കിൽ സമൂഹത്തിന് റിഫ്ലക്ഷൻ വരും. ഇനി ഹണി റോസിനെ കുറ്റം പറയേണ്ട, അവർ വേദനിച്ചിരിക്കുക എന്നാണ് അവർ പറയുന്നത്. ഞാൻ വേറൊരു എക്സാമ്പിൾ വെച്ച് പറയാം. അമല പോൾ നമ്മുടെ സെയിന്റ് ആൽബർട്ട്സിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അമല പോളും ആസിഫ് പരിപാടി വളരെ ലോ നെക്ലൈനും ക്ലീവേജും ഈ മിനി സ്കർട്ടും ഇട്ട് ഒരു കോളേജിൻ്റെ അന്തരീക്ഷത്തിലേക്ക് പോയാൽ അതൊരു പബ്ബിൽ പോകാം, ഒരു പ്രശ്നവുമില്ല. നൈറ്റ് ക്ലബ്ബിൽ പോകാൻ പറ്റുന്ന ഡ്രസ്സാണ്. നൈറ്റ് ക്ലബ്ബിലോ പബ്ബിലോ പോകുന്ന ഡ്രസ്സിട്ട്, പബ്ബിൽ പോകുന്ന ഡ്രസ്സിട്ട് പള്ളിക്കൂടത്തിലേക്ക് പോയാൽ അത് റിയാക്ഷൻസോ പ്രതികരണങ്ങളോ ഉണ്ടാക്കില്ലേ? പള്ളിയിലച്ചന്മാരൊക്കെ ഇരിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥത്തിലല്ല. പള്ളിയിലച്ചന്മാരോ മൗലവിമാരോ ഇരിക്കുന്ന സേക്ര അല്ലെങ്കിൽ പൂജാരിമാരോ ഇരിക്കുന്ന ഒരു സരസ്വതി ക്ഷേത്രം എന്ന് വിളിക്കുന്ന ജ്ഞാനക്ഷേത്രത്തിൽ അങ്ങനെ മിനിസ്കർട്ട് ഇട്ട് പോയാൽ അവിടുത്തെ പയ്യന്മാർ എന്തൊക്കെ കമന്റ് പറയും? അത് എല്ലാം പെൺകുട്ടികൾ കേൾക്കുകയും വ്യത്യസ്ത ക്യാമറ ആംഗിളിൽ നിന്ന് വരില്ലേ? അവർ ആ ഡ്രസ്സ് അങ്ങ് കണ്ടു കാണും, ആ കോൺട്രവേഴ്സി കാണും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.